നമസ്തേ ഫ്രണ്ട്സ്. ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ചൈനയുടെ തലസ്ഥാന നഗരമായ ബെയ്ജിങ്ങിൽ നിന്ന്. ആദ്യമായി നമ്മൾ സന്ദർശിക്കുന്നത് ടിയാനമെൻ സ്ക്വയർ ആണ്. ടിയാനമെൻ സ്ക്വയർ ഫോർഡുവൻ സിറ്റിയുടെ തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുയോഗ മൈതാനമാണിത്. ഏകദേശം 4,40,000 ചതുരമീറ്റർ വിസ്തൃതിയുണ്ട്. ഇന്ന് ടിയാനമെൻ സ്ക്വയർ ചൈനീസ് രാഷ്ട്രത്തിൻ്റെ അഭിമാനവും ശക്തിയും പ്രതിനിധീകരിക്കുന്ന പ്രതീകമാണ്. പിന്നീട് പോയത് ഫോർബിഡൻ സിറ്റിയിലേക്കാണ്. ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിൻ്റെ മധ്യഭാഗത്താണ് ഫോർബിഡൻ സിറ്റി സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഏകദേശം 500 വർഷത്തോളം മിങ് കിങ് രാജവംശത്തിലെ 24 ചക്രവർത്തിമാരുടെ കൊട്ടാരവും ഭരണകേന്ദ്രവുമായിരുന്നു. ചുവപ്പും മഞ്ഞ നിറവുമാണ് കൊട്ടാരത്തിൻ്റേത്. അതിൽ ചുവപ്പ് ശക്തിയെയും മഞ്ഞ രാജകീയതയെയും സൂചിപ്പിക്കുന്നു. ഇത് ഇന്ന് പാലസ് മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. കാലാവസ്ഥയിൽ കുറച്ച് മാറ്റം വന്നതിനാൽ വെയിൽ മാറി നല്ല മഴ പെയ്യാൻ തുടങ്ങി. മഴയത്ത് കുട ചൂടിക്കൊണ്ടാണ് ഞങ്ങൾ ഫോർബിഡൻ സിറ്റി ചുറ്റിക്കണ്ടത്. ലോകത്തിലെ പല ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ സന്ദർശിക്കാൻ വരുന്നത്. പല യുവതികളും ഹാൻഫു അഥവാ പരമ്പരാഗത ചൈനീസ് വസ്ത്രം ധരിച്ച് ഇവിടെ വരുന്നത് കാണാൻ തന്നെ നല്ല ഒരു കാഴ്ചയായിരുന്നു. അവരുടെ കൂടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നീട് ഞങ്ങൾ ടെമ്പിൾ ഓഫ് ഹെവൻ കാണാൻ പുറപ്പെട്ടു. ബെയ്ജിങ്ങിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ടെമ്പിൾ ഓഫ് ഹെവൻ. ചൈനീസ് ചക്രവർത്തിമാരുടെ ദൈവാരാധനയും കാർഷിക ജീവിതത്തിനുള്ള പ്രാർത്ഥനകളുടെ കേന്ദ്രവും അതേസമയം മനോഹരമായ ശില്പങ്ങളുടെ ലോക സ്മാരകവുമാണ് ടെമ്പിൾ ഓഫ് ഹെവൻ. മഴയത്ത് കുട ചൂടി ഞങ്ങൾ ടെമ്പിൾ ഓഫ് ഹെവൻ ചുറ്റിക്കറങ്ങി കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തു. അവിടെ നിന്ന് യാത്ര തിരിച്ചു. പിന്നീട് നല്ല ഭക്ഷണം കഴിച്ചു. ഇന്ന് നല്ല ഇന്ത്യൻ ഫുഡായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തത്. അല്പസമയം വിശ്രമിച്ച ശേഷം യാത്ര തുടർന്നു. ഇതാണ് ബെയ്ജിങ്ങിലെ ഫേമസ് സ്റ്റേജ് ഷോ ആയ ഗോൾഡൻ മാസ്ക് ഡൈനാസ്റ്റി. 2007 മുതൽ ബെയ്ജിങ് ഹാപ്പി വാലി അമ്യൂസ്മെന്റ് പാർക്കിൽ അരങ്ങേറുന്നു. ഇവിടെ ഓരോ പെർഫോമൻസും ഒന്നിലൊന്ന് മെച്ചമായിരുന്നു. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടുനിന്ന് സമയം പോയതറിഞ്ഞില്ല. ഞങ്ങൾ എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു. ബാക്കി ചൈനീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.